മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ എംപിയുടെ ഗൺമാനു നേരെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി. ഗതാഗതക്കുരുക്കിൽ വെച്ച എംപിയുടെ കാർ ഡ്രൈവർ ഹോണടിച്ചതിൽ പ്രകോപിതരായ സംഘമാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, എപ്പോഴാണ് ഈ സംഭവം, എവിടെ വെച്ചാണ്, എന്താണ് കാര്യം? ഇന്ന് രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ശശി തരൂർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടൂർ നിയോജക മണ്ഡലത്തിനടുത്ത് തിരുവാലിയിൽ നടന്ന ചാറ്റ് വിത്ത് തരൂർ എന്ന തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശശി തരൂർ മടങ്ങുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വാഹനം വണ്ടൂർ വെള്ളിത്തോട് ആ ഭാഗത്ത് എത്തിയ സമയത്ത് ഗതാഗതക്കുരുക്കിൽ വെച്ച് എംപിയുടെ കാർ ഡ്രൈവർ വാഹനത്തിന്റെ ഹോൺ അടിച്ചതിൽ പ്രകോപിതരായ ഒരു സംഘമാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എംപിയുടെ കാറിന് മുന്നിലെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ശശി തരൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 5 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഗതാഗതക്കുരുക്ക് ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു പരിപാടിയിൽ അടുത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ അദ്ദേഹം പോകുന്നു. അതിനിടയിൽ ഗതാഗതക്കുരുക്ക് മറികടക്കുന്നതിന് വേണ്ടി ഹോണടിച്ചതാണ് മുൻപിലുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവരെ പ്രകോപിപ്പിക്കുന്നത്. അവരാണ് ഈ ഒരു ആക്രമണത്തിന് മുതിർന്നത്. ഉടനെ തന്നെ ജനപ്രതിനിധിയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവർ അതിൽ നിന്നും പിന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് അവിടെയുള്ള ദൃക്സാക്ഷികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അതിൽ വലിയ വിഷമം തോന്നിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഈ ഒരു ട്രാഫിക് സിഗ്നലിന്റെ സമീപത്ത് വെച്ചാണ് ഈ പ്രശ്നമുണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വാഹനത്തിന്റെ ഹോൺ അടിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞാണ് ഇപ്പോൾ ഈ അക്രമം ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ.